അസ്സലാമലൈക്കും. ഇതാണ് നമ്മുടെ കൂബ പള്ളിയാണ്. പണ്ടത്തെ കൂബപ്പള്ളിയുടെ ചരിത്രങ്ങൾ പഴയ കാലം പോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ വരുന്നവർക്കൊക്കെ ഇത് കാണാം. മുമ്പ് വന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ഇതൊന്നും കാണാൻ പറ്റത്തില്ല കൂബപ്പള്ളിയിൽ. ഇതിപ്പം ചെയ്തിട്ട് 4-5 മാസമായി. പഴയ റസൂലുള്ളാഹിയുടെ കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുപോലെ പക്ഷെ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതായത് കൂവപ്പള്ളി, ഇതാണ് പള്ളി. ഇപ്പോൾ വരുന്നവർക്ക് ഇതൊക്കെ കാണാം. മുമ്പ് വന്നവർക്ക് ഇവിടെയൊക്കെ റോഡായിരുന്നു, ഈ ഭാഗത്തൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പള്ളിയുണ്ടോ? ഇപ്പം ഹാജിമാരൊക്കെ പോയല്ലോ. ഹാജിമാരൊക്കെ പോയോണ്ട് പണ്ട് ആ റോഡ് വഴി ഇങ്ങനെ ഇതുവഴി റോഡായിരുന്നു. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ റോഡായിരുന്നു, വാഹനങ്ങൾ ഓടിക്കൊണ്ടുവന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നടപ്പാലം കെട്ടി, നടപ്പാലം ആക്കിയിട്ട് ഇപ്പം ടൂറിസ്റ്റുകളെ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മൊത്തം. ഇപ്പോൾ ഹാജിമാരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് വശം, കണ്ടോ. ഇനി ഉമറക്കാരെ വന്നു തുടങ്ങി. ഉമറക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്നും ഈ റോഡ് വഴി പോകുമ്പോൾ കാണുന്ന പള്ളിയാണ് കൂബ മസ്ജിദ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ കാണുന്ന പള്ളിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ചിലവഴിക്കുന്നതും ഇവിടെയും മദീനത്തുമാണ്, ഈ 2 പള്ളിയിലാണ്. ഈ വശത്താണ്. പണ്ട് ഇവിടെയല്ല, ഈ വശത്തായിരുന്നു ഹാജിമാർ ബസ്സൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഇത് ഒരു വശമാണ്. അവിടെ ആൾക്കാരെ തിരക്ക്, സന്ദർശകരുടെ തിരക്കുകൾ. ഈ വശത്താണ് നമുക്ക് കയറി ഉദു എടുക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലം, ഉംറയ്ക്ക് വരുന്നവർക്ക്. ബസ്സിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പോൾ മക്കത്തു നിന്നും പലയിടത്തു നിന്നൊക്കെ വരുന്ന ബസ്സിൽ വരുന്ന ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് ഇതിലേ പോകണം. തിരിച്ച് ഇവിടുന്ന് പള്ളി സിയാറത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് ബസ്സിൽ പോകണം, അങ്ങോട്ടാണ്. പണ്ട് ഇവിടെ ആയിരുന്നു ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഒരുപാടൊക്കെ ഇവിടെയൊക്കെ കെട്ടി. ഇപ്പം പണ്ടത്തെ ബസ് പാർക്കിംഗ് ഇവിടെ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ നടപ്പാലമാക്കിയത്. ഇവിടെ ഇപ്പം ഒതു കൊടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പള്ളി 1, വാതിൽ 1, 2, 3.